ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ 2026 പൊതുവെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ 2025 പ്രതി അപേക്ഷിച്ച് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ 60 വർഷത്തിൽ കൂടുമ്പോഴും ചൈനീസ് കലണ്ടറിൻ്റെ അനുസരിച്ചായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അത് 5 എലമെൻറ്റ്സ് എന്ന് പറയും. നമ്മുടെ 5 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫയർ, അതായത് തീയ്, പിന്നെ എയർ, ഫയർ, എയർ, പൃഥ്വി, നമ്മുടെ അതുപോലെ വുഡ്, വാട്ടർ. അപ്പോൾ ഈ ഫയർ, എയർ, മെറ്റൽ, ഇങ്ങനെ ഈ ഒരു 5 പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ, അപ്പോൾ ഇതെല്ലാം പലതും ഈച്ച് ആൻഡ് എവരിത്തിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് എന്നാൽ ഈ ഓരോ എലമെൻസും അതിൻ്റെ ആയിട്ടുള്ള ഒരു എനർജിയാണ് കൊണ്ടുത്തരുന്നത്. പ്രത്യേകിച്ച് ഈ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെങ്ത് ആൻഡ് നമുക്ക് ഒരു മെറ്റൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് നല്ല ഉറച്ച മനസ്ഥിതി ഉണ്ടാകാനുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ തടി, വുഡെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി, നല്ല ജീവിതത്തിലെ ഒരു ക്രിയേറ്റിവിറ്റി, നല്ല മാനസികമായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കാനും, അതുപോലെ പൊതുവെ നല്ല ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ വാട്ടർ, വെള്ളത്തിൻ്റെ ആണെങ്കിലും എന്താ പറയുന്നത്, ഇമോഷനെയും അതുപോലെ വിസ്ഡം, നമ്മുടെ ബുദ്ധിയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഏറ്റവും ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഫയർ. എന്ന് പറഞ്ഞാൽ ഫയർ ബേൺ ദ പാഷൻ ആൻഡ് കറേജ്. നമുക്ക് നല്ല ജീവിതത്തിലെ നല്ല കറേജ്, നമുക്ക് നല്ല ധൈര്യങ്ങളും നല്ല പാഷനും നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു 2020. അതുപോലെ ഭൂമി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഫോർ ദ സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി, ബാലൻസും അങ്ങോട്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 2025 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2026 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരുമ്പോൾ 9 വരുന്നത്. 2026 അല്ല, 2025. അപ്പോൾ 2+2+5 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ ഈ 9 എന്ന് പറഞ്ഞാൽ മാസാണ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ പടയാളി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ബ്ലഡ് ഷെഡ്. ലോകത്തിൻ്റെ പല സ്ഥലത്തും ഒരുപാട് ആവശ്യമില്ലാത്തതായിട്ടുള്ള പല രീതിയിലുള്ള കലഹങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം 2026 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ കോമ്പിനേഷൻ തന്നെ മാറി എന്നുള്ളൂ. അപ്പോൾ 2026 എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും രാജ്യത്തിനും സമ്പത്തിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ രാജ്യങ്ങൾക്കിടയിലും നല്ലതായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് 2025 അപേക്ഷിച്ച്. അത് പ്രത്യേകിച്ച് പറയേണ്ടത്. അപ്പം പിന്നെ പക്ഷേ മാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഗുളികൻ കാലചക്രത്തിൻ്റെ 8ാം ഭാവത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ 2026 എന്ന് പറഞ്ഞാൽ യുഗപ്പിറവി നടക്കുമ്പോൾ ഇന്ത്യയിൽ നിൽക്കാനാണ്. അപ്പോൾ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ രാജ്യത്തിനോ സമ്പത്തിനോ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള ചില ക്രൈസിസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചില സ്ഥാപനങ്ങൾക്ക്, കമ്പനികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ആ ഒരു 8ൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ഫൈനാൻഷ്യലി ബന്ധപ്പെട്ട സ്റ്റെബിലിറ്റി കുറവ്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും 2026. പ്രത്യേകിച്ച് ഈ 2027 പകുതിയോടെ വേൾഡ് വൈഡായിട്ടുള്ള ഒരു ക്രൈസിസ് നമുക്കൊരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേന് നല്ല രീതിയിലാകും. പ്രത്യേകിച്ച് 2027, 28 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ ഒരു 18 to 20 ഇയേഴ്സിനകത്ത് ഈ ഒരു ക്രൈസിസ് നടന്നിരിക്കുക. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നോക്കിയ കേതുവും ശനിയും ഒക്കെ സംഗമിക്കുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട്. ഈ ഒരു ക്രൈസിസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവരി 20 ഇയേഴ്സിൽ അല്ലെന്നൊരു ഈ പറഞ്ഞ കേതു ശനിയൊക്കെ സംഗമിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പം ആ സിറ്റുവേഷൻ വരുമ്പോൾ അന്ന് ഈ ഒരു ക്രൈസിസ് കാര്യങ്ങളുണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ശനിയുടെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കാലചക്രത്തിൽ 30 വർഷമാണെന്ന് വരിയിൽ, കേതുവിൻ്റെ രാഹു കേതു എന്ന് പറഞ്ഞാൽ 20 ഇയേഴ്സാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ ഇവിടെ പ്രത്യേകിച്ച് കുംഭൻ രാശിയിൽ അവരുടെ ഒരു സംഗമിക്കുന്നതായിട്ടുള്ള ഒരു സമയം വരും. ഏകദേശം ഓഗസ്റ്റ് 15 കഴിയുന്നതായിട്ടുള്ള ഒരു സമയത്ത് അടുത്ത വർഷം 2027. അപ്പോൾ നമ്മുടെ പല രീതിയിലുള്ള ക്രൈസിസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് വേൾഡ് വൈഡായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, 1989 മൻമോഹൻ സിംഗ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല ഒരു ഇതൊക്കെ കൊണ്ടുവന്ന് ഫൈനാൻഷ്യലി ഇന്ത്യയെ പിടിച്ചു നിർത്താനുള്ള, അതിനു മുമ്പ് ഒരുപാട് സ്വർണം പണയം വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനു മുമ്പ് പല
നമ്മുടെ മന്ത്രിമാരൊക്കെ പല ഇലക്ഷൻ നടന്നു, ചന്ദ്രശേഖരൻ്റെ ആയിട്ടുള്ള അങ്ങനെ ഇങ്ങനെ പല പ്രധാനമന്ത്രിമാരൊക്കെ മാറേണ്ട ഒരു സമയം വന്നിട്ട് പ്രൈവറ്റ് ക്രൈസിസ് വന്നിട്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഇന്ത്യയൊക്കെ ഒന്നൊരു ആദ്യത്തെ ഒരു ഇത് വന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ആൾക്കാരെല്ലാം പുള്ളിയെ ബ്ലെയിം ചെയ്തത്. പക്ഷേ ഈ വേൾഡ് വരുന്ന ഒരു ക്രൈസിസിൻ്റെ തുടക്കമായിരുന്നു. അതുകൊണ്ട് പുള്ളിയുടെ ആയിട്ടുള്ള ആ തിയറി വിജയിച്ചില്ല. പക്ഷേ കാലക്രമേണ അത് ഇന്ത്യക്ക് ഫേവറബിളായിട്ട് വന്നു. അത് കഴിഞ്ഞ് 2008 ആയപ്പോഴത്തേന് വേൾഡ് ഒരു ക്രൈസിസ് വന്ന് US അടിയിൽ പോയി. US ഒരുപാട് ബാങ്കുകൾ പൊട്ടി എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സിറ്റുവേഷൻ 2027-28 100% വന്നിരിക്കുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2025 ഡിസംബർ ആകുന്നേ ഉള്ളൂ, ഇപ്പോഴേ പറയുവാണ്. അപ്പോൾ അതുണ്ടായിരിക്കും. അത് ഞാനല്ല തീരുമാനിക്കുന്നത്, ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അല്ലെ ഇവിടുന്ന് ഈ ഒരു ഒരു 100 ഇയേഴ്സിനകത്ത് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ ഓരോ 100 ഇയേഴ്സും ബാക്കിലോട്ട് നോക്കിയാൽ മതി. ഇന്ന രീതി ഇപ്പോൾ ഈ കോവിഡ് വന്ന മാതിരിയുള്ള 2020 വന്ന മാറ്റമുള്ള അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ പ്രകൃതിക്ക് അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2026 പൊതുവേ ഫേവറബിളായിട്ടായിരിക്കും 2025 നോക്കിക്കഴിഞ്ഞാൽ. കാരണം പല രീതിയിലുള്ള രക്തച്ചൊരിച്ചിലെ കാര്യങ്ങൾ അതിനൊരു പരിധി വരെ ഒരു ശമനമാവും. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഫ്രീഡം അല്ല ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുന്ന ആ ഒരു ദിവസയുടെ ലക്ഷണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാന്തി കാലഘട്ടത്തിൻ്റെ 8ാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ട്രബിൾസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ അല്ലെന്നൊരു ലീഡർഷിപ്പിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ എന്തായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറഞ്ഞാൽ 2026 ടോട്ടൽ 10 എന്ന് പറഞ്ഞാൽ അത് 1 ന്യൂമറോളൊക്കെ. അപ്പോൾ അതോറിറ്റിയുടെ ഗ്രഹമാണ്, നല്ല ലീഡർഷിപ്പിൻ്റെ ഗ്രഹമാണ്. അപ്പം പുതിയൊരു എന്തെങ്കിലും നല്ലൊരു ലീഡർഷിപ്പ് ഈ ഒരു പുതിയ ലീഡർഷിപ്പ് പുതിയ ലീഡർഷിപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, വേൾഡ് ആരെങ്കിലും നല്ലതായിട്ടുള്ള ലീഡർഷിപ്പ് വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ള പല ചേഞ്ചസും ഇനിയിപ്പോൾ വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളും കൂടെ നിലവിലുണ്ട്. എന്തായാലും ഈ 2025 വരെയുള്ള ഈ ഒരു പ്രശ്നങ്ങളങ്ങ് മാറി ഇനിയിപ്പോൾ ഒരു സെറ്റൻ 2027, 28, 9 അങ്ങനെയൊക്കെ വരുമ്പോഴത്തന്നെ ബാക്കിയുള്ള കുറച്ച് ഫേവറബിൾ ആണെങ്കിലും ഈ ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു അൺസ്റ്റെബിലിറ്റി വരാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്തതായിട്ടുള്ള സിറ്റുവേഷൻ വരാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ള